നിങ്ങൾക്കറിയാം ഈ ബർഗർ ഉണ്ടാക്കുന്ന ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ പുള്ളിക്കാരൻ ഒരു സിംഗിൾ ഫാദർ ആയിരിക്കുകയാണ്. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്, പെൺമക്കളാണ്. സോ അവരെ വളർത്താനായിട്ട് ഈ ബർഗർ കിങ്, ഫേമസ് ആയ അമേരിക്കൻ കമ്പനിയാണ് ബർഗർ കിങ്, ബർഗർ കമ്പനിയാണ്. സോ ആ കമ്പനിയിലേക്ക് പുള്ളിക്കാരൻ ജോയിൻ ചെയ്ത് ദിവസം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഈ പിള്ളേരെ ജീവിപ്പിക്കാനും അവരുടെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ പുള്ളിക്കാരൻ ആ ബർഗർ കിങ്ങിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ഇവിടെ കഷ്ടപ്പാടെന്നൊക്കെ ഞാൻ പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥതയുള്ള എന്ത് ജോലി എടുക്കാനും, ജോലി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആ ജോലി നല്ല രീതിയിൽ ആത്മാർത്ഥത്തോടെ ചെയ്യാൻ മനസ്സുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏകദേശം 27 വർഷത്തോളം ഒരു ലീവ് പോലും എടുക്കാതെ ഈ പുള്ളിക്കാരൻ ആ ബർഗർ കിങ്ങിൽ ബർഗർ കച്ചവടം നടത്തി. 27 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പകുതിയോളം ജീവിതം പുള്ളിക്കാരൻ അവിടെ തന്നെ ജോലി എടുത്ത് തീർക്കുകയാണ് ആത്മാർത്ഥതയോടെ. പക്ഷെ എന്നാലും ആനിവേഴ്സറി ഒക്കെ വരുമല്ലോ, അപ്പം ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ഈ അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കും. അപ്പം ഈയാൾക്കും ഇത്ര വർഷം ജോലി ചെയ്തിട്ടും അയാൾക്ക് നോർമലി ആൾക്കാർക്ക് കൊടുക്കുന്നതിനൊക്കെയുള്ള ഗിഫ്റ്റൊക്കെയാണ് കൊടുത്തത്. പക്ഷേ പുള്ളിക്കാരൻ അതിനകത്ത് വിരോധമൊന്നുമില്ല, കിട്ടിയത് സന്തോഷം കണ്ടെത്തുന്ന ആത്മാർത്ഥമുള്ള ആളെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലും, സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പോസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് ഇട്ടാൻ പോകുന്നത്. പുള്ളിക്കാരൻ്റെ ജീവിതം പോലും മാറി മറയുന്ന ഒരു അടിപൊളി ട്വിസ്റ്റാണ് ഉണ്ടായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടെന്ന് പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇത് കാര്യം മനസ്സിലായി. ഇത്രത്തോളം നാൾ വർക്ക് ചെയ്ത ഒരാൾക്ക്, 27 വർഷത്തോളം നിന്നൊരാൾക്ക് ഇതോടൊക്കെയുള്ള സാധാരണ സാധനങ്ങളൊക്കെയാണോ കൊടുക്കുന്ന രീതിയിൽ ആൾക്കാർ വലിയ രീതിയിൽ ചർച്ചയായി. അന്ന് ഈ വീഡിയോ ഒക്കെ ഒരുപാട് വൈറലായി, ചർച്ചാ വിഷയമായി. അപ്പോൾ ഇത്രത്തോളം വൈറലൊക്കെ ആയ സ്ഥിതിക്ക്, ചർച്ചാ വിഷയമായ സ്ഥിതിക്ക് നിങ്ങളും വിചാരിക്കും, ഞാനും വിചാരിക്കും, ഓ അപ്പം ബർഗർ കിങ് ഇത് അറിഞ്ഞിട്ട് പുള്ളിക്കാരന് വേറെ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളൊക്കെ കൊടുത്തായിരിക്കും. പക്ഷെ അല്ല, ഈ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഒരു ക്യാമ്പയിൻ തുടങ്ങുക, പുള്ളിക്കാരന് കുറച്ച് ഫണ്ട് സമാഹരിച്ച് കൊടുക്കണം. കാരണം അത്രത്തോളം ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും പുള്ളി ഇഷ്ടപ്പെട്ട് അങ്ങ് ഒരു ഫണ്ട് റൈസർ വെച്ചിട്ട് കുറേ, എനിക്കൊന്നും ഒരു $1 million സമാഹരിച്ച് പുള്ളിക്കാരനെ കൊടുക്കുക. പുള്ളിക്കാരൻ ലോട്ടറി അടിച്ചു കൊടുക്കായിപ്പോയി. അതിനുശേഷം പുള്ളിക്കാരൻ അതുകൊണ്ട് ഒരു നല്ല വീടൊക്കെ വാങ്ങി പിള്ളേരെ പഠിപ്പിച്ച് അതിനുശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ്സും പുള്ളിക്കാരൻ തുടങ്ങി. എന്തായാലും ഈ ഒരു സംഭവം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുക, ബാക്കി ആളുകളുടെ ജീവിതം കണ്ട് നമ്മൾ അസൂയപ്പെടാതിരിക്കുക, അവരോട് നമ്മുടെ ജീവിതം കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം എൻ്റെ ജീവിതം എൻ്റെതാണ്, എന്നെപ്പോലെ വേറൊരാൾക്ക് പറ്റില്ല, വേറൊരാളുടെ ജീവിതം പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് മാക്സിമം ബാക്കിയുള്ള ആളുകളുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനത്തെ പോകാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണെങ്കിലും അതിനോട് 100% ആത്മാർത്ഥത പുലർത്തുക. അങ്ങനെയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ അല്ലായിരിക്കും, അല്ലാതെ പോലും ദൈവം സഹായിച്ച് വലിയ സഹായങ്ങൾ ഇതുപോലെ വന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്കും കഷ്ടപ്പാടിനും തന്നെയാണ് ഈ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തായാലും എല്ലാവരും ഇതുപോലെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.